Good morning, students. In the last class, we were discussing about the calculation of cost of equity share capital. The cost of equity is the maximum rate of return that the company must earn to equity financed portion of its investment in order to leave unchanged the market price of its stock. The cost of equity capital is a function of the expected return by its investors. The cost of equity is not the out-of-pocket cost of using equity capital, as the equity shareholders are not paid dividend at a fixed rate every year. Moreover, payment of dividend is not a legal binding. It may or may not be paid, but it does not mean that equity share capital is a cost-free capital. Shareholders invest their money in equity shares on the expectation of getting dividend, and the company must earn this minimum rate so that the market price of the shares remain unchanged. Whenever a company wants to raise additional funds by issue of new equity shares, the expectation of the shareholders have to evaluated. ദെൻ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്നും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഈ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ വർഷവും ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളൊരു ലീഗൽ ഒബ്ലിഗേഷൻ അല്ല. പക്ഷേ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോസ്റ്റ് ഫ്രീ അല്ല. കാരണം എന്താണ്? ഈ ഒരു മാർക്കറ്റ് പ്രൈസ്, ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഓരോ വർഷവും ഇക്വിറ്റി ഷെയറിന് കൊടുക്കുന്ന എന്താണ്? ഡിവിഡൻ്റാണ്. അതേപോലെ തന്നെ ഒരു പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനി ഫണ്ട് റേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എന്താണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്? ഈ ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് ഇക്വിറ്റി ഷെയറിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. There are 4 methods to calculate the cost of equity share capital. The first one is dividend yield method. This method is also known as dividend ratio method or price ratio method. This method was already discussed in the last class. As per this method, the cost of equity capital is calculated on the basis of expected future dividend per share with the net proceeds of a share. ഈ ഒരു ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻറ്റും ആ ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രൊസീഡ്സും കമ്പയർ ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്തിരുന്നത്? കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡി ഡിവൈഡഡ് ബൈ എൻ പി ഓർ എം പി ആണ്. എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ന്യൂ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ അപ്പോൾ നമ്മൾ എന്തെങ്ങനെ കെ ഇ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ എൻ പി ഓർ എം പി ആയിരുന്നു. എൻ പി സ്റ്റാൻഡ് ഫോർ നെറ്റ് പ്രൊസീഡ്സ്. Then the second method is dividend yield plus growth in dividend method. Dividend yield plus growth in dividend method. ആ ഒരു പേരിൽ തന്നെയുണ്ട്. As per this method, the cost of equity is calculated based on the past dividend or dividend in the last year plus growth rate. അല്ലേ? ലാസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടിയ ഡിവിഡൻഡ് അതിൻ്റെ കൂടെ ഗ്രോത്ത് റേറ്റും കൂടി അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ഇക്വേഷൻ ഈസ് കെ ഇ ഈസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ എൻ പി പ്ലസ് ജി. കെ ഇ ഡിവൈഡഡ് ബൈ എൻ പി പ്ലസ് ജി. ഹിയർ D1 ഈസ് ഈക്വൽ ടു DO പ്ലസ് 1 പ്ലസ് ജി. D1 അതായത് ഇക്വേഷൻ എന്ന് പറയുന്നത് D1 ഡിവൈഡഡ് ബൈ എൻ പി പ്ലസ് ജി ആണ്. ഇവിടെ D1 എന്താണെന്ന് പറയുന്നുണ്ട്? എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആസ് പെർ ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണ്. എന്താണ്? D1 ഡിവൈഡഡ് ബൈ എൻ പി പ്ലസ് ജി ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ DO ഇൻറ്റു 1 പ്ലസ് ജി ആണ്. സോ
കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു DO ഇൻറ്റു 1 + G ഡിവൈഡഡ് ബൈ NP+G. അതായത് D1ൻ്റെ സ്ഥാനത്ത് നമ്മൾ D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫോർമുല എന്ത് ചെയ്തിരിക്കുന്നു, കൊടുത്തിരിക്കുന്നു. അതായത് D0 ഇൻറ്റു 1 + G ഡിവൈഡ് ബൈ NP+G. ഇവിടെ ഈ D0 ഇൻറ്റു 1 + G എന്ന് പറയുന്നത് ഈ D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. ഓക്കെ, ഹിയർ KE ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. Then D1 is equal to expected dividend per share at the end of the year. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻ്റ് ആണ്. അതായത് ഇനിത്തെ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻ്റ് ആണ് നമ്മൾ D1 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻറ്റ് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ഡിവിഡൻറ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയറിലെ ഡിവിഡൻറ്റ് തരുന്നുണ്ടെങ്കിൽ നമ്മൾ D1 തന്നെ വെച്ച് ചെയ്യാം. ഇനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ D1 D0 കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. D ഡിവൈഡ് ബൈ NP+G എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ദെൻ NP ഈസ് ഈക്വൽ ടു നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ. നെറ്റ് പ്രൊസീഡ്സ് നമുക്കറിയാം, എന്തെങ്കിലും കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് ആ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ദെൻ G സ്റ്റാൻഡ് ഫോർ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഡിവിഡൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ ഈ മെത്തേഡ് അനുസരിച്ച് ഡിവിഡൻറ്റ് ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻറ്റ് പ്ലസ് ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുള്ള ഗ്രോത്ത് കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. D0 ഈസ് ഈക്വൽ ടു പ്രീവിയസ് ഇയേഴ്സ് ഡിവിഡൻറ്റ്. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 1000 ന്യൂ ഷെയർസ് ഓഫ് ₹100 അറ്റ് എ പാർ. ന്യൂ ഇഷ്യൂ ആണ് പറയുന്നത്. The flotation cost are expected to be 5% of the share price. അവിടെ ഒരു ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 5% ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. The company pays a dividend of ₹10 per share initially and the growth in the dividend is expected to 5%. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ₹10 per share ആണ്. ആദ്യം കൊടുത്തിരുന്നത് ₹10 per share ആയിരുന്നു. പിന്നെ ഡിവിഡൻറ്റിലെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. എന്താണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയറിൻ്റെ ഈ ഇക്വിറ്റി ഷെയർ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വൺ, ഇഫ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ഈസ് ₹150. അപ്പോൾ നമ്മളിത് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം. നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ 100 ആയിരുന്നു, ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 150 ആണ്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ന്യൂ ഇക്വിറ്റി ഷെയർ, അതിപ്പോൾ ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദെൻ ഇക്വേഷൻ ഈസ് D ഡിവൈഡഡ് ബൈ NP+G ആണ്. അവിടെ നമുക്കറിയാം D എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10 ആണ്. ഇനീഷ്യലി ഇഷ്യൂ ചെയ്യുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 10 ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ പ്രത്യേകം പറയുന്നു, ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ഇയർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, D1 ഡിവൈഡ് ബൈ NP+G എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് തരുന്നില്ല, കാരണം പുതിയതായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 100 മൈനസ് 5. 100 മൈനസ് NP എങ്ങനെയാണ് 100 മൈനസ് 5 വരുന്നത്? അതായത് 100 ആണ് ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 5% എന്ത് വരുന്നുണ്ട്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ 100ൻ്റെ 5% ആണ് 5. 100 മൈനസ് 5 പ്ലസ് 5%. പ്ലസ് 5% എന്ന് പറയുന്നത് ഇതിന് ഗ്രോത്ത് റേറ്റ് ആണ്, പ്ലസ് 5%. അപ്പോൾ എന്താണ്, 10 ഡിവൈഡഡ് ബൈ 100 മൈനസ് 5. 100 മൈനസ് 5 ആണ് NP എന്ന് പറയുന്നത്. അതായത് പാർ വാല്യൂ മൈനസ് ഫ്ലോട്ടേഷൻ ചാർജ് പ്ലസ് 5% ഗ്രോത്ത് റേറ്റ്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു പോർഷൻ അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ പെർസെൻറ്റേജിൻ്റെ കൂടെ ഈ 5% ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. അപ്പോൾ ദെൻ ഇവിടെ 10 ഡിവൈഡഡ് ബൈ 95. 100 മൈനസ് 5 ഈസ് ഈക്വൽ ടു 95. 10 ഡിവൈഡഡ് ബൈ 95 ഇൻറ്റു 100 അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 10.53% കിട്ടും. പ്ലസ് ഗ്രോത്ത് റേറ്റ് ആയ 5%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 15.53%. സെക്കൻഡ് നമ്മളോട് പറഞ്ഞിട്ട് മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ NPക്ക് പകരം എന്താണ് എടുക്കേണ്ടത്, MP ആണ്, മാർക്കറ്റ് പ്രൈസ് ആണ് എടുക്കേണ്ടത്.
അപ്പോൾ ഇക്വേഷൻ ഇത് തന്നെയാണ്, ഡി ഡിവൈഡഡ് ബൈ എം പി. എൻ പിക്ക് പകരം ഇവിടെ എം പി ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പ്ലസ് ജി, ഗ്രോത്ത് റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് 10 ആണ് നമ്മളോട് പറയുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 150 ആണ്. അപ്പോൾ 150 പ്ലസ് ഗ്രോത്ത് റേറ്റ് ആയ 5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 10 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 6.67% വരും. പ്ലസ് ഗ്രോത്ത് റേറ്റ് ആയിട്ടുള്ള 5% അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 11.67% വരും. ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഷെയർസ് ഓഫ് ദ കമ്പനീസ് ആർ സെല്ലിംഗ് അറ്റ് ₹40 പെർ ഷെയർ ആൻഡ് ഇറ്റ് ഹാഡ് പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് ₹4 പെർ ഷെയർ ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയറിൽ 4 രൂപയായിരുന്നു പെർ ഷെയറിന് എന്ത് കൊടുത്തിരുന്നത്? ഡിവിഡൻഡ് കൊടുത്തിരുന്നത്. ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് ഇയർ എന്ന് വരുമ്പോഴാണ് നമ്മൾ ഏതപ്പോൾ D1 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് D1 മാറ്റി നിർത്തി ഡിവിഡൻഡ് എന്നുള്ളത് മാത്രം എടുക്കുക. Then the investors market expects a growth rate of 5% per year. Compute the company's equity cost of capital. അപ്പോൾ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. അതിന് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 4% ആണ്. 4 ആണ്. ഗ്രോത്ത് റേറ്റ് 5% ആണ്. ദെൻ അപ്പോൾ ആദ്യം ഇക്വിറ്റി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദി ആൻറ്റിസിപ്പേറ്റഡ് ഗ്രോത്ത് റേറ്റ് ഈസ് 7% പെർ ആനം കാൽക്കുലേറ്റ് ദ ഇൻഡിക്കേറ്റഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. 7% ആണ് ഗ്രോത്ത് റേറ്റ് എങ്കിൽ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇക്വിറ്റി, അതിൻ്റെ ആ ഒരു തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു KE ഈസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ MP പ്ലസ് G എന്നുള്ളതാണ്. KE ഈസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ MP മാർക്കറ്റ് പ്രൈസ് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് എക്സിസ്റ്റിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യും. മാർക്കറ്റ് പ്രൈസ് പ്ലസ് G എന്നുള്ളതാണ്. ദെൻ ഇവിടെ നമ്മളപ്പോൾ എന്ത് ചെയ്യാം? DO മീൻസ് അതായത് D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? D1 ഈ ഇക്വേഷനിൽ D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് D0 ഇൻറ്റു 1 പ്ലസ് G. അപ്പോൾ D1ൻ്റെ സ്ഥാനത്ത് നമ്മൾ ഏത് കൊടുക്കുന്നു? D0 ഇൻറ്റു 1 പ്ലസ് G ഡിവൈഡഡ് ബൈ MP പ്ലസ് G, ഗ്രോത്ത് റേറ്റ്. ദെൻ DO നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു 1.05. 1.05 എങ്ങനെയാണ് വരുന്നത്? 1, അതായത് ഈ 1 പ്ലസ് ഗ്രോത്ത് റേറ്റ് 5% ആണ്. അപ്പോൾ 5%ന് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.05 കിട്ടും. ദെൻ 1 പ്ലസ് 0.05 ഈസ് ഈക്വൽ ടു 1.05. ഇത് രണ്ടും കൂടി ഇത് ആഡ് ചെയ്ത എമൗണ്ട് ആണ് ഈ 1.05 എന്ന് പറയുന്നത്. 1 പ്ലസ് 5% ഗ്രോത്ത് റേറ്റ് 5%. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 1.05 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിരിക്കുന്നത് 40 ആണ്. 40 പ്ലസ് ഗ്രോത്ത് റേറ്റ് പറഞ്ഞിരിക്കുന്നത് 5% ആണ്. ഓക്കെ, ദെൻ 4 ഇൻറ്റു 1.05 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.20 ആണ്. ഡിവൈഡഡ് ബൈ 40 പ്ലസ് 5%. അപ്പോൾ 4.02 ഡിവൈഡ് ബൈ 40 അതിന് നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 10.50% കിട്ടും. അതിൻ്റെ കൂടെ പ്ലസ് 5% ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 15.5% ആൻസർ കിട്ടും. അങ്ങനെയാണ് ഈ ലാസ്റ്റ് ഇയറിൽ ഡിവിഡൻഡ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഗ്രോത്ത് റേറ്റ് 7% ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി എങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസ് ആണോ എന്ന് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓൾറെഡി ഇഷ്യൂ നെറ്റ് പ്രൊസീഡ്സ് അല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റ് പ്രൈസ് എടുക്കാൻ കാരണം. ദെൻ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 7% ആണ് ഡിവിഡൻഡ് എങ്കിൽ ഗ്രോത്ത് എങ്കിൽ എത്രയാവും മാർക്കറ്റ് പ്രൈസ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റ് പ്രൈസ് എത്രയായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെയും അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഇത് തന്നെയാണ്, D1 ഡിവൈഡഡ് ബൈ MP പ്ലസ് G എന്നുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 15.5%. D is equal to D1 നമുക്കറിയാം 4 ഇൻറ്റു 1.07. ഈ 1.07 എങ്ങനെയാണ് വന്നത്? ഈ ഒരു D1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? D0 ആണ് ഇവിടെ 4 എടുത്തിരിക്കുന്നത് ഇൻറ്റു 1 പ്ലസ് G ആണ്. 1 പ്ലസ് G ഗ്രോത്ത് റേറ്റ് ആണ്, അത് 7% ആണ്. അപ്പോൾ
7% നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.07 കിട്ടും. ദെൻ 1 + 0.07 = 1.07. അതാണ് ഈ 1.07 വന്നിരിക്കുന്നത്. അപ്പോൾ 4 × 1.07 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് നമുക്കറിയില്ലല്ലോ. അതായത് 5%-ൻ്റെയാണ് മാർക്കറ്റ് പ്രൈസ്, നമുക്ക് 40 തന്നിരിക്കുന്നത്. 7% ആണെങ്കിലുള്ള മാർക്കറ്റ് പ്രൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പ്ലസ് 7% ആണ് ഗ്രോത്ത് റേറ്റ്. ദെൻ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 15.5% മൈനസ് ഈ 7%-നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. മൈനസ് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 7% ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് 7% ആവും. ഈക്വൽസ് 4.28. 4.28 എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 4 × മുകളിൽ 4 × 1.07 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4.28 കിട്ടും. ഡിവൈഡ് ബൈ MP മാർക്കറ്റ് പ്രൈസ്. ദെൻ MP ഈസ് ഈക്വൽ ടു 4.28 ഡിവൈഡഡ് ബൈ 8.5%. 8.5% എന്ന് പറയുന്നത് 15.5% മൈനസ് 7% ഈസ് ഈക്വൽ ടു 8.5%. അപ്പോൾ ഈ MP നമ്മളിവിടെ നിർത്തിക്കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 4.28% ഡിവൈഡഡ് ബൈ 8.5 അത് നമുക്ക് കിട്ടുന്നു. ദെൻ 4.28 ഇൻറ്റു ഈ ഒരു 8% എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. 100 ഡിവൈഡ് ബൈ 8.5% മാറ്റുന്നു. അപ്പോൾ 100 ഡിവൈഡ് ബൈ 8.5 വരും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ₹15.35. അങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡിവിഡൻഡ് അതിൻ്റെ കൂടെ നമ്മൾ ഗ്രോത്ത് റേറ്റ് കൂടി ആഡ് ചെയ്യുന്നു. ദെൻ ദ തേർഡ് മെത്തേഡ് ഈസ് ഏർണിംഗ് ഈൽഡ് മെത്തേഡ്. As per this method, the cost of equity capital is calculated on the basis of earning per share, expected earning per share and net proceeds from that share. ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രൊസീഡ്സ് വെച്ചുകൊണ്ട് ആ ഒരു ഷെയറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏണിംഗ് പെർ ഷെയറും കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ മെത്തേഡ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ഇക്വേഷൻ ഈസ് ഏണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് NP. അതായത് ന്യൂ ഷെയർ ആണെങ്കിൽ ന്യൂ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് ഏണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ NP. ഇനി എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ദ ഇക്വേഷൻ ഈസ് ഏണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആണ്, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. A firm is considering an expenditure of ₹60 lakh for expanding its operation. The relevant information is as follow. എന്താണ്? ഒരു ഫേം അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 60 lakh ആണ്. അപ്പോൾ ആ ഒരു 60 lakh റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇക്വിറ്റി ഷെയർ ആണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടാണ് അതിൻ്റെ ആണ് പറയുന്നത്. എക്സിസ്റ്റിംഗ് അവർ ആ 60 lakh എങ്ങനെയാണ് റേസ് ചെയ്തത് എന്നാണ് പറയുന്നത്. ദെൻ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ, എപ്പോൾ ഉള്ള ഇക്വിറ്റി ഷെയർ 10 lakh ആണ്. ദെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ. ഓക്കെ, അത് ഓൾറെഡി അവർ ഇഷ്യൂ ചെയ്തതാണ് ഈ 60 lakh എന്ത് ചെയ്യാൻ വേണ്ടി? റേസ് ചെയ്യാൻ വേണ്ടി. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്. നെറ്റ് ഏണിങ്സ് എന്ന് പറയുന്നത് 90 lakh ആണ്. 90 lakh ആണ് നെറ്റ് earnings. Then compute the cost of existing equity share capital and of new equity share capital, assuming that the new shares will be issued at a price of ₹52 per share and the cost of new issue will be ₹2 per share. ഇവർ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ആയി കണ്ടുകൊണ്ട് നമ്മളോട് ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 52 ആണ്. ദെൻ ആ ഒരു 52-ൽ 2 എന്ന് പറയുന്നത് എന്ത് വരുന്നുണ്ട്? കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ട് ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ.
എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ദെൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓക്കെ, കോസ്റ്റ് ഓഫ് ഏണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആണ്. ഇനി എങ്ങനെയാണ് ഏണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ നമുക്ക് കിട്ടിയ ഏണിങ്സും നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏണിംഗ് പെർ ഷെയർ കിട്ടുന്നത്, ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ഏണിംഗ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നെറ്റ് ഏണിങ്സ് എന്ന് പറയുന്നത് 90 lakh ആണ്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 10 lakh ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ഏണിംഗ് പെർ ഷെയർ കാണാൻ? 90 lakh ഡിവൈഡഡ് ബൈ 10 lakh ഈസ് ഈക്വൽ ടു ₹9. ഏണിംഗ് പെർ ഷെയർ എത്രയാണ്? ₹9 ആണ്. ദെൻ സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ 60 ആണ് അല്ലേ? 60 എന്ന് പറയുന്നുണ്ട്. മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ 60 ആണ്. ദെൻ അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 15%. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 15% ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ക്യാപിറ്റലാണ്. നമ്മൾ പുതിയ ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ് കോസ്റ്റ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? അത് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 52 ആണ്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് എത്രയായിരിക്കും? 52 മൈനസ് 2 ആണ് അല്ലേ? അതായത് നമുക്ക് ടോട്ടൽ ഇഷ്യൂ പ്രൈസിൽ നിന്നും വരുന്ന കോസ്റ്റ് മൈനസ് ചെയ്യുന്നതിനാണ് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ദ ന്യൂ ഇക്വിറ്റി ക്യാപിറ്റൽ ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. ദ ഇക്വേഷൻ ഈസ് ഏണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ NP എന്നുള്ളതാണ്. അപ്പോൾ ഏണിംഗ് പെർ ഷെയർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, 9 ആണെന്നുള്ളത്. 90 lakh ഡിവൈഡഡ് ബൈ 10 lakh ₹9 ആണ് ഏണിംഗ് പെർ ഷെയർ. ഡിവൈഡഡ് ബൈ NP ആണ്, നെറ്റ് പ്രൊസീഡ്സ് ആണ്. ദാറ്റ് ഈസ് 52 മൈനസ് 2 എന്ന് പറയുന്ന ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ്, ഇൻറ്റു 100. ദാറ്റ് ഈസ് 9 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 18% ആണ്. ഓക്കെ, ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് 18%. അപ്പോൾ അതാണ് ഏണിംഗ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഏണിംഗ് പ്രൈസ് റേഷ്യോ മെത്തേഡ്. ആൻഡ് ദി ലാസ്റ്റ് മെത്തേഡ് ഈസ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. Then as per this method, the cost of equity capital is calculated on the basis of average rate of return realized in the past along with the gain realized at the time of sale of share. അതായത് നമ്മൾ മുൻകാലങ്ങളിൽ നമുക്ക് കിട്ടിയിരുന്ന റിയലൈസ് ചെയ്തിരുന്ന റിട്ടേണിൻ്റെ ആവറേജും നമ്മുടെ ഈ ഷെയർ സെയിൽ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് കിട്ടുന്ന ഗെയിൻ അതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഈ ഒരു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് റിയലൈസ് ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും പറയുന്നില്ല. അപ്പോൾ എനിവേ ഈ ഒരു 4 മെത്തേഡാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, പ്രോബ്ലം ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. ഓക്കെ, താങ്ക് യു.